നമസ്കാരം. എന്നും ദുരന്തം കേട്ടാണ് മലയാളി ഇപ്പോൾ ഉണരുന്നത്. ഏറ്റവും ഒടുവിൽ മറ്റൊരു വിവരം കൂടി കേട്ടു. അതായത് അഫാന്റെ കേസ് വന്നതോടുകൂടി അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ മറ്റൊരു കാര്യം. അത് ഏറ്റുമാനൂരിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി വീട്ടമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്ത സംഭവമാണ്. ഇതിന്റെ നടുക്കത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും. പാറോലിക്കൽ സ്വദേശിയായിട്ടുള്ള ഷൈനി കുര്യൻ മക്കളായ അലീനയ്ക്ക് 11 വയസ്സാണുള്ളത്, ഇവാനയ്ക്ക് വെറും 10 വയസ്സും. ഇവർ ഒരുമിച്ചാണ് തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. കുടുംബ വഴക്കും സാമ്പത്തിക പ്രതിസന്ധികളുമാണ് ഇവരെയും ഒരുമിച്ച് ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നതാണ് പുറത്തു വരുന്ന വിവരം. അമ്മയെയും സഹോദരിമാരെയും നഷ്ടമായതോടെ മൂത്ത മകനും ആകെ തകർന്ന നിലയിലാണ്. ഇറാഖിൽ മൈനിങ് വിഭാഗത്തിൽ ജോലിയുള്ള തൊടുപുഴ കരിങ്കുന്നം സ്വദേശിയാണ് ഷൈനിയുടെ ഭർത്താവ്. ഇയാളിപ്പോൾ നാട്ടിലുണ്ട്. ഭർത്താവ് പതിവായിട്ട് ഷൈനിയുമായി വഴക്കിടുമായിരുന്നു. ഉപദ്രവം തുടങ്ങിയതോടെ 9 മാസം മുമ്പ് 2 പെൺകുട്ടികളുമായി ഷൈനി സ്വന്തം വീട്ടിലേക്ക് പോന്നു. മൂത്ത മകൻ പിതാവിനൊപ്പമായിരുന്നു താമസം. നോബിയുമായി ബന്ധം വേർപ്പെടുത്തുന്നതിനൊക്കെ, അതായത് ഭർത്താവുമായി ബന്ധം വേർപ്പെടുത്തുന്നതിന് കേസും നൽകിയിരുന്നു. എന്നാൽ ഹിയറിങ്ങിന് നോബി എത്തിയിരുന്നില്ല. നോബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പോലും ഷൈനിക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഭർത്തൃ വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി അയൽക്കൂട്ടത്തിൽ നിന്നും ലോൺ എടുത്ത് പണം നൽകിയിരുന്നു ഷൈനി. എന്നാൽ ബന്ധങ്ങൾ വഷളായതോടെ ഈ പണം തിരിച്ചടക്കേണ്ട ബാധ്യത ഷൈനിയുടെ തലയിലായി. ഇതുമായി ബന്ധപ്പെട്ട അയൽക്കൂട്ടക്കാർ പരാതി നൽകിയതോടെ കേസും കൂട്ടവുമായി. ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയും ഷൈനിയെ ഏറെ അലട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ വേണ്ടി ജോലിക്ക് പോകാനും ഷൈനി തയ്യാറായി. BSc നഴ്സായിട്ടുള്ള ഷൈനിയെ വിവാഹശേഷം ജോലിക്ക് പോകാൻ ഭർത്താവ് നോബി അനുവദിച്ചിരുന്നില്ല. ഇതോടെ വീട്ടിൽ മാത്രമായി ഒതുങ്ങിക്കൂടിയ അവർ ജീവിതത്തിലെ അവശ്യഘട്ടത്തിൽ ജോലിക്കായി പരിശ്രമങ്ങളും നടത്തി. എന്നാൽ പലരും കൈവിട്ടു. ജ്ഞാനായ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഇവർ ഇടവകയുടെ തന്നെ വമ്പൻ ഹോസ്പിറ്റലായിട്ടുള്ള കാരിത്താസിൽ ഒരു ജോലിക്കായി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള വിവരമുണ്ട്. എന്നാൽ 12 വർഷത്തെ ഗ്യാപ്പ് പറഞ്ഞ് കാരിത്താസും ജോലി നിഷേധിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. 1 കൊല്ലം ഫ്രീ ആയി ജോലി ചെയ്താൽ പരിഗണിക്കാമെന്ന് പറഞ്ഞ അഭ്യർത്ഥന തള്ളിയതായി ആക്ഷേപവുമുണ്ട്. ഭർത്താവിന്റെ ബന്ധുവായ വൈദികനാണ് ജോലി കിട്ടുന്നതിൽ ഉടക്കുവെച്ചത് എന്നതാണ് ആരോപണം. എന്നാൽ ഇത്തരം പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെങ്കിലും ആശുപത്രി അധികൃതർ ഇത് നിഷേധിക്കുകയാണ്. ഷൈനിക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് ജോലി നൽകാമെന്ന് അറിയിച്ചുവെന്നാണ് കാരിത്താസ് വ്യക്തമാക്കിയത്. മറ്റൊരു സ്ഥാപനത്തിൽ അവർക്ക് ജോലി ലഭിച്ചിരുന്നു കൂടി കാരിത്താസ് വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം വീട്ടിൽ അമ്മ രോഗബാധിതയായതും മറ്റു പിന്തുണകൾ ലഭിക്കാത്തതുമാണ് കടും കൈ ചെയ്യാൻ ആ മാതാവിനെയും മക്കളെയും പ്രേരിപ്പിച്ചത്. ഭർത്തൃപിതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്ത പണവുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് ഒതുക്കാനും ബന്ധുവായ വൈദികൻ ഉടക്കുമായി നിന്നുവെന്ന ആരോപണമുണ്ട്. ഇതുകൂടാതെ മറ്റിടങ്ങളിൽ ഷൈനി ജോലിക്ക് ശ്രമിച്ചപ്പോൾ അതിനും ഇടങ്കോലിട്ടതും ഇതേ വ്യക്തിയാണെന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. ജീവിതത്തിൽ സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ സഹായവുമായിട്ട് ആരും എത്താതിരുന്നതായിരുന്നു സത്യത്തിൽ ഷൈനിക്ക് മുന്നിലെ പ്രതിസന്ധി എന്ന് വേണം മനസ്സിലാക്കാൻ. ഷൈനിയുടെ മരണം ജ്ഞാനായ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും സ്വന്തം സമുദായത്തിന്റെ സ്ഥാപനത്തിൽ നിന്നും ഒരു തൊഴിലവസരത്തിനുള്ള കരുണ പോലും ലഭിക്കാതെ ജീവിതം വഴിമുട്ടിയപ്പോൾ ഇവർ ചെയ്തു പോയതാണ് എന്ന വിധത്തിലാണ് ചർച്ചകളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. അമ്മയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയാകണം ആ പെൺമക്കളും ജീവനൊടുക്കാൻ റെയിൽവേ ട്രാക്കിലെത്തിയത്. റെയിൽവേ പാളത്തിൽ 3 ആളും കെട്ടിപ്പിടിച്ച് പാളത്തിൽ ഇരിക്കുന്ന കാഴ്ച നെഞ്ച് തകർത്തെന്ന് ലോക്കോ പൈലറ്റ് പറയുന്നതും വാർത്തകളിൽ വന്നിരുന്നു. ഇവരുടെ വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ മാറി പാറോലിക്കൽ റെയിൽവേ ട്രാക്കിലാണ് ജീവനൊടുക്കൽ നടന്നത്. ട്രെയിൻ പലതവണ ഹോൺ മുഴക്കിയിട്ടും മാറാതെ ട്രാക്കിൽ തന്നെ മക്കളെയും കെട്ടിപ്പുണർന്നു നിൽക്കുകയായിരുന്നു ആ അമ്മ. നിമിഷങ്ങൾക്കകം തന്നെ ട്രെയിൻ ഇടിച്ച് അവർ തെറിച്ചുപോയി. ഛിന്ന ഭിന്നമായ ശരീരഭാഗങ്ങൾ പലയിടത്തു നിന്നുമാണ് പോലീസുകാർ എടുത്തത് പോലും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാരിത്താസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും പതിവ് പോലെ മക്കളെയുമായി പള്ളിയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വരാൻ താമസിച്ചതോടെ വീട്ടുകാർ തിരിഞ്ഞിറങ്ങി. പിന്നീടാണ് ഇവർ ട്രെയിൻ തട്ടി മരിച്ചതായി അറിയുന്നതെന്ന് ഷൈനിയുടെ പിതാവ് പറയുന്നു.
പറയുന്നുണ്ട്. സ്കൂളിലും പള്ളിയിലുമെല്ലാം മിടുക്കരായിരുന്ന രണ്ട് ഓമന മുഖമുള്ള ആ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല എന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും പുലർച്ചെ വീടിനടുത്തുള്ള ആ ചെറുപുഷ്പം ആശ്രമത്തിൽ കുർബാനയ്ക്കായി മൂവരും പോകുമായിരുന്നു. അമ്മയുടെ രണ്ട് കൈകളിലും പിടിച്ചാണ് കുട്ടികൾ പോകുന്നതും തിരികെ വരുന്നതും. സ്നേഹത്തോടെ അവർ അമ്മയുമൊത്ത് വരുന്നത് ഇപ്പോഴും അവരുടെയൊന്നും മനസ്സിൽ നിന്നും മായുന്നില്ല എന്നാണ് അവർ പറയുന്നത്. BSc നഴ്സിംഗ് പൂർത്തിയാക്കിയിരുന്ന ഷൈനി നേരത്തെ വിദേശത്തുമൊക്കെ ജോലിക്കായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഭർത്താവുമായി ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അവരെ കടുത്ത മാനസിക പ്രശ്നത്തിലാക്കിയത്. നാട്ടിലെങ്ങും തന്നെ ഒരു ജോലിക്ക് ശ്രമിച്ചിട്ടും കിട്ടാതായതോടുകൂടി കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. രണ്ട് പെൺമക്കൾ കോട്ടയം ഹോളി മാഗി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പഠനത്തിലും പള്ളിവക പരിപാടികളിലും എല്ലാം തന്നെ സജീവമായിരുന്നു ഈ കുട്ടികൾ. ഇവാന്റെയും അലീനയുടെയും ആദ്യ കുർബാന സ്വീകരണ ചടങ്ങിന്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് നെഞ്ച് നുറുങ്ങുകയാണ് സത്യത്തിൽ നാട്ടുകാർക്കും നമുക്കും. ഈ മാലാഖ കുഞ്ഞുങ്ങളുടെ ജീവനെടുത്തതിൽ ഒരു ലോഹയിട്ട വൈദികനും പങ്കുണ്ടെന്ന രോഷപ്രകടനമൊക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ നിറയുകയാണ്. ഷൈനിയും നോബിയും തമ്മിലുള്ള വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുന്നതിനിടയിലാണ് ഈ മരണം. കുടുംബ പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കളും പറയുന്നുണ്ട്. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് മുന്നിലാണ് മൂവരും ചേർന്ന് ജീവൻ ഒടുക്കിയത്. ട്രെയിൻ വരുമ്പോൾ മൂവരും ട്രാക്കിൽ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നുവെന്നാണ് ലോക്കോ പൈലറ്റും പറഞ്ഞത്. നന്ദി.